എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലുള്ളവർക്കൊക്കെ നാളെ മുതൽ അവധിയാണ്. ഈദ് ആഘോഷത്തിന്റെ തിരക്കിലാണ്, എല്ലാവരും ആഘോഷ തിരക്കിലാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് ആശംസകൾ നേരുകയാണ്. എൻജോയ് ചെയ്യാനുള്ളവർക്ക് എൻജോയ് ചെയ്ത് വരിക. നാട്ടിൽ എനിക്ക് തോന്നുന്നത് 8-ാം തീയതി അല്ലെ, 8-ാം തീയതി വെള്ളിയാഴ്ചയാന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് 2-3 ദിവസത്തെ ലീവാണ്. അപ്പൊ 2-3 ദിവസം കൊണ്ട് എനിക്ക് നല്ല പണിയുണ്ട്. മനസ്സൊരു വിസ്മയം നമ്മുടെ പുസ്തകം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ 4-ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. 4-ാം പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് മിനുക്ക് പണികൾ നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് റീറൈറ്റ് ചെയ്യണം, കുറേ ഭാഗങ്ങൾ ചേർക്കണം, കുറേ ഭാഗങ്ങൾ ഒഴിവാക്കണം. കാരണം ചില ഭാഗങ്ങൾ പഠിച്ചു വരുന്നവർ കുറച്ചും കൂടി വിശദമാക്കാവോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ആ ജേണി ടു സക്സസ് എന്ന് പറയുന്ന പുസ്തകം എഴുതണം എന്ന് കരുതിയിരിക്കുകയാണ്. അതെന്തായാലും ഉടനെ തന്നെ എഴുതും. പക്ഷെ എന്നാലും ഇത് കുറച്ചും കൂടി ചില ഭാഗങ്ങൾ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താം എന്ന് കരുതുന്നു. കുറച്ച് വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ. കാരണം അത്രയൊക്കെ അത് പാടുള്ളൂ. അത് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് അത് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്ന ഇത്രയും നല്ല മാജിക്കൽ നമ്പർ ആൾക്കാർ 222 നമ്പർ ആൾക്കാരുടെ അന്ന് വരുന്നു. അതിനൊക്കെ സന്തോഷം. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ എല്ലാവരോടും ഒന്നുകൂടി റിക്വസ്റ്റ് ആണ്. മെയ് മാസത്തിൽ നല്ല വ്യൂസും നല്ല റവന്യൂവും ഒക്കെ യൂട്യൂബിൽ ഉണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷെ എന്നാലും ഡിസംബറിൽ അത്ര എത്തിയില്ല. കുറച്ച് നെറ്റ് കുറച്ച് കുറഞ്ഞു. നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയോ ചെറിയൊരു യൂട്യൂബിന്റെ പരസ്യത്തിനകത്ത് എവിടെയോ ഒരു കുറവ് വന്നത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിക്കുക. നമുക്ക് ഈ മാസം തന്നെ 100,000 ആക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സഹകരിക്കുക. നമുക്ക് 100,000 സബ്സ്ക്രിപ്ഷന്റെ ഒരു സെലിബ്രേഷൻ ജൂൺ മാസത്തിൽ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അടുത്ത ജൂൺ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇനിയിപ്പോ ഒരു 15,000 ആയാൽ മതി. അപ്പൊ എല്ലാവരും, നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്ന പോക്കിൽ ഒരു ഞെക്കൽ, ഒരു കുത്തൽ, ഒരു തലോടൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മുഖം കാണുമ്പോൾ ഒന്ന് തൊടാൻ തോന്നിയാൽ അത് അവിടെ തൊട്ടേക്കുക. അപ്പൊ പിന്നെ ശരിയാവും. മറക്കാതെ പിന്നെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. ഗുണകരമായി മാറട്ടെ. ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നറിയുന്നതിലാണ് ഏറ്റവും ചാരിതാർത്ഥ്യം. അത് സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് ജീവിതങ്ങൾ. ഇന്ന് ദുബായിൽ നിന്നുള്ള ഗീത സംസാരിച്ചു പറഞ്ഞു. സാറ് പറഞ്ഞ ഇതുവരെ പെയ്ഡ് ക്ലാസ്സിൽ അങ്ങനെ പങ്കെടുത്തില്ലെങ്കിലും ഫ്രീ സെഷൻസിൽ എല്ലാം പങ്കെടുത്ത് ജീവിതത്തെ മാറ്റപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സാർ. ഇനി ഞാൻ ശമ്പളം കിട്ടിയ ഉടനെ നാട്ടിലേക്ക് അയക്കുന്നത് അപ്പാടെ നിർത്തി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഇനി ഞാൻ അതിലേക്ക് മാത്രമേ കാശ് അയക്കുള്ളൂ എന്ന തീരുമാനം എടുക്കേണ്ടായി. എന്നെ സംബന്ധിച്ചത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കരുതുന്നത്. കാരണം പലരും മിഡിൽ ഈസ്റ്റിലുമുള്ളവര്, ഇത് നമ്മുടെ പ്രവാസ ലോകത്തുള്ളവർ, ഞാൻ എല്ലാവരും നിർബന്ധമായി പറയണു, എത്രയോ ആൾക്കാരുണ്ട് വർഷങ്ങളായി ഗൾഫിലുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടോ ചോദിച്ചാൽ അക്കൗണ്ട് ഉണ്ട് സാറേ, പക്ഷെ അതിനകത്ത് കാശില്ല. പ്രവാസ ലോകത്തുള്ളവരോട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ് എടുക്കണം തീരുമാനിച്ചത്. കാരണം നാട്ടിലുള്ളവരോട് പറയുന്ന പോലുള്ള വാക്കുകളല്ല അവരോട് പറയേണ്ടത്. വളരെ വ്യത്യസ്തമാണ്. ജീവിതം കുബൂസിലും ഒരു തുള്ളി മണലാരണ്യത്തിലെ വെള്ളത്തിലും തീരുന്നുണ്ട് എന്ന് കരുതുന്നെങ്കിൽ അതൊരു പന്ത് പോലെ തിരിച്ചടിക്കുന്ന സാധനമാണ്. എത്ര വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയാലും അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. തിരിച്ചിവിടെ തന്നെ വരാൻ തോന്നും. അതാണ് ഈ മണ്ണിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ആദ്യം തന്നെ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനു മുമ്പ് ദുബായിൽ നിന്ന് കുറെ ആൾക്കാർ, 2-3 ആൾക്കാരുടെ ഇതേ വാക്കുകൾ പറയണ്ടായി. അതിനുശേഷം 4-5 മാസം കഴിയുമ്പോൾ തന്നെ അവര് ഒരു എമൗണ്ട് അവർ മാസത്തിൽ വാങ്ങലുണ്ടായി. വീട്ടിൽ ഒബ്വിയസ്ലി എല്ലാ മാസവും കറവ പശുവിനെ പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറയുമ്പോൾ അതിന്റെ സ്വാഭാവികമായ വിഷയങ്ങൾ ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ല. പക്ഷെ എന്നാലും നാളെ നമ്മൾ പോകുമ്പോൾ എന്തുണ്ടാക്കി എന്ന ചോദ്യത്തിന് നമുക്ക് ഒരു വരുമാനം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാങ്കിലുണ്ട് എന്ന് പറയാൻ അത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രവാസ ലോകത്തുള്ളവരെല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളെല്ലാവരും സ്വന്തമായി ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മാത്രം പോരാ, അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ നിക്ഷേപിക്കണം എന്നുള്ളത്. അതിൽ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഞാൻ തുടർ ദിവസങ്ങൾ കൃത്യമായി എടുക്കാനുള്ള അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. സന്തോഷത്തോട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ തയ്യാറാണെങ്കിൽ എടുത്തോളൂ. ആദ്യത്തെ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. ഇന്ന് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അഫ്രിമേഷൻ അല്ലെങ്കിൽ ഒരു സ്വിച്ച് വേർഡാണ് നിങ്ങളുടെ ജീവിതത്തെ
വലിയ രീതിയിൽ മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മിക്കവർക്കും അറിയുന്ന ഒരു വേർഡ് തന്നെയാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് അത് വീണ്ടും പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് പലർക്കും എന്താണിത്, എന്താണ് വാക്ക് എന്ന് പുതിയ വന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ട് നമ്മൾ ആ വാക്ക് സ്ഥിരം ഉച്ചരിക്കണം എന്നും ഒന്നുകൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ സെഷൻ. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഒരു വാക്ക് മാത്രമാണ് പഠിക്കുന്നത്. പക്ഷെ ആ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തെ ജീവിതമാക്കി മാറ്റാനെന്ന് തിരിച്ചറിയുക. അപ്പോൾ ക്യാപ്സൂൾ കഴിച്ചവരൊക്കെ തയ്യാറാവുക. ക്യാപ്സൂൾ കഴിക്കാത്തവർ എക്സിറ്റ് ബട്ടൺ അടിക്കുക, പുറത്തു പോവുക. കാരണം വെറുതെ ഇവിടെ ഇരുന്നൊരു സമയം കളയേണ്ട ഒരാവശ്യമില്ല, അല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു സന്തോഷത്തോടു കൂടി തയ്യാറാവുന്നവർക്ക് മാത്രമേ ഇവിടെ നൽകാനുള്ളൂ. എപ്പോഴും സന്തോഷമില്ല, പരാതികൾ, പരിഭവങ്ങൾ മാത്രമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഒന്നും എനിക്ക് നൽകാനില്ല. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സന്തോഷവും സമാധാനവും, അല്ലെങ്കിൽ പ്രശ്നത്തിൽ എന്താ പറയാ, നമ്മൾ പരാതിയും പരിഭവവും രണ്ട് ഭാഗങ്ങളാണ്. സന്തോഷവും സമാധാനവും. പരാതിയും പരിഭവവും ആരുടെ സൃഷ്ടിയാണ്? നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇത് മാറ്റാൻ മറ്റൊരാൾക്കും പറ്റില്ല. നിങ്ങൾ തീരുമാനിക്കുന്നിടത്തോളം കാലം മറ്റൊരാൾക്കും അത് സാധ്യമല്ല. അപ്പോൾ ഞാൻ പരാതി മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ പരിഭവം മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിറങ്ങുന്നയാൾക്ക് ഇവിടെ യാതൊന്നും ചെയ്യാനില്ല. കാരണം വെറുതെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തണ്ട. ഈ സമയത്ത് പോയിട്ട് നിങ്ങൾ കുറച്ചും കൂടി പരാതികളും അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഒരു സുഖം കണ്ടെത്തൂ. അങ്ങനെ ജീവിതത്തെ സ്വയമായിട്ട് കുഴിയിലിട്ടിട്ട് അവിടെ തന്നെ നീറൂ എന്ന് മാത്രമേ പറയൂ. കാരണം ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. നമ്മളുടെ മാറ്റപ്പെടുത്തണമെങ്കിൽ, നമുക്ക് മാറ്റപ്പെടുത്തണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാത്രം തീരുമാനിക്കണം. വേറെ ആര് തീരുമാനിച്ചാലും പറ്റില്ല എന്ന സത്യമായ കാര്യമാണ് പറയുന്നത്. അപ്പൊ സന്തോഷം എനിക്ക് വേണം, ഞാൻ ഉണ്ടാക്കും, ഞാൻ അത് അനുഭവിക്കുമെങ്കിൽ സ്വയം മനസ്സൊന്ന് തുറക്കുക, സന്തോഷം ഞാൻ അനുഭവിക്കട്ടെ എന്ന് പറയുക. അപ്പോൾ ഈ മുഖത്തേക്ക് നോക്കുക. അപ്പൊ എന്നെ കാണുമ്പോൾ കുറച്ചൊക്കെ സന്തോഷം തോന്നുക. അതുപോലെ നിങ്ങളൊന്ന് കണ്ണാടി പോയി നോക്കുക. ഇതേ ആളെ നിങ്ങൾക്ക് അവിടെ കാണാം. ആ ആളോട് നോക്കി ചിരിക്കുക. ചിരിച്ച് സന്തോഷത്തോട് സംസാരിക്കുക. ആ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷമൊക്കെ പുറത്ത് കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒരു വലിയ കണ്ണാടി മേടിച്ചു വെക്കാൻ മറക്കരുത്. ആരെ കാണാനാണ്? നിങ്ങളുടെ ദൈവത്തെ കാണാൻ. നിങ്ങളുടെ ദൈവത്തെ അവിടെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നിങ്ങൾ കോവിലായ കോവിലുകളും, അല്ലെങ്കിൽ മന്ദിരങ്ങളായ മന്ദിരങ്ങളും, അല്ലെങ്കിൽ ചർച്ചായ ചർച്ചുകളും, അല്ലെങ്കിൽ മസ്ജിദായ പള്ളികളായ പള്ളികളും കയറി ഇറങ്ങിക്കോളൂ. അതൊക്കെ ആവശ്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ യഥാർത്ഥ ദൈവത്തെ, നിങ്ങളുടെ യഥാർത്ഥ ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ കണ്ണാടി തന്നെ നോക്കണം. വേറെ എവിടെയും കാണാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് ഒന്ന് നടത്തിയിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം, അല്ലെ? അപ്പൊ സന്തോഷത്തോടു കൂടി നമുക്ക് അറിയാം എന്താണ് എന്നെ മാറ്റപ്പെടുത്തുന്ന പ്രധാനമായ വാക്ക്. ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത്, നമ്മൾ മനുഷ്യനാണ്, മനുഷ്യനെപ്പോഴും ഭാവവ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഇമോഷണലി ഉള്ള ഒരു വ്യക്തിത്വമാണ്. ഇമോഷൻ ഇല്ലെങ്കിൽ മനുഷ്യനില്ല. അപ്പോൾ എനിക്കിപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ, ചിരിയും സന്തോഷവും ഉണ്ടെങ്കിൽ, കുറച്ച് സമയം കഴിയുമ്പോൾ പാളികൾ പോലെ തന്നെ, കാർമേഘം പോലെ തന്നെ നമ്മളിലും മറ്റു വിഷയങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ അത് വരുന്ന സമയത്ത് തിരിച്ച് പഴയതിലേക്ക് തിരിച്ചു പോകാനും, അവിടെയൊക്കെ കടിഞ്ഞാൻ, ഇന്നലെ പഠിപ്പിച്ചിരുന്നു, കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ, ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിച്ച കാര്യമാണ്. മനസ്സിന്റെ കടിഞ്ഞാൻ എവിടെയാണ്? ആ മനസ്സിന്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ, ലക്ഷ്യബോധത്തോടുകൂടി എങ്ങോട്ട് യാത്ര തിരിക്കണം എന്ന ബോധ്യത്തോടുകൂടി ആ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ, എങ്ങോട്ട് തളിക്കണമെന്നറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് പകച്ചു നിൽക്കേണ്ട അവസ്ഥ വരുന്നു. നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ 4 വഴികൾ തിരിഞ്ഞിരിക്കുന്നു. ഇത് ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഇതെങ്ങോട്ട് പോകണം എന്നറിയാതിരിക്കുന്ന സമയത്ത് ഒരു വഴികാട്ടി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഇന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടുപോയി, അയ്യോ ഞാനിപ്പോ എന്താ ചെയ്യുക എന്ന് നമുക്ക് നമ്മളെ മനസ്സിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉയർത്താൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ, നമ്മുടെ ബ്രെയിനിനെ നമ്മൾ കൃത്യമായി പാകപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട വാക്കാണ് ഈ പറയുന്നത്. ഈ വാക്കിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വതും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും
വീഡിയോ കാണുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടോ? സ്റ്റക്കായല്ലേ? എന്റെ ഫുൾ സ്ക്രീനിൽ കാണാവോ? എനിക്കിവിടെ കാണുന്നില്ലല്ലോ. അല്ല, ലോ ബാഡ് വിഡ്ത്ത് കാണാം, പക്ഷേ ഇത് യൂട്യൂബിലേക്ക് അല്ലല്ല, എനിക്ക് കാണാൻ മനസ്സിലായി. യൂട്യൂബിലേക്ക് വരുമ്പോൾ അത് ചെറിയ പീസായിട്ട് വരും. അതിനാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മാജിക് നമ്പറാണ് IR5 ദി സിറ്റുവേഷൻ, IR5 ദി സിറ്റുവേഷൻ, IR5 ദി സിറ്റുവേഷൻ, IR5 ദി സിറ്റുവേഷൻ. യെസ്, വെരി വെരി താങ്ക് യു. കാരണം അത് നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത് ലോ ആയിട്ട് വീഡിയോ സ്ട്രിങ്കായി ചെറുതായി കണ്ടു. അപ്പൊ അത് നമുക്ക് യൂട്യൂബിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. നമ്പർ, മാജിക് നമ്പർ, ഐ കെയിം ബാക്ക് ദ സെയിം സിറ്റുവേഷൻ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ വാക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഈ വാക്ക് ഉപയോഗിച്ച് ഇവിടെ മാജിക് ലഭിച്ച ആൾക്കാരുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനെ മാറ്റുന്നത് എന്നാണ്. അപ്പോൾ ആ വാക്ക് ഏതാണെന്ന് ആദ്യം അറിയണ്ടേ? ആ വാക്ക് നിങ്ങൾ അറിഞ്ഞ് ഉപയോഗിച്ചാലും അറിയാതെ ഉപയോഗിച്ചു കഴിഞ്ഞാലും മാറ്റം അവിടെ സംഭവിച്ചിരിക്കും. നിങ്ങൾ ഒരു എക്സാം എഴുതാൻ പോകുന്നോ? ടെൻഷൻ ഉണ്ടോ? പറഞ്ഞോളൂ വാക്ക്. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നോ? ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ? ഈ വാക്ക് പറഞ്ഞോളൂ. നിങ്ങൾ ഒരാളോട് കടം വാങ്ങിക്കാൻ പോകുന്നോ? കിട്ടുമോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടോ? ഈ വാക്ക് ഉപയോഗിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് ഡീലിന് പോകുന്നോ? കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളിലുണ്ടോ? ഈ വാക്ക് ഉപയോഗിച്ചോളൂ. ഇപ്പൊ എന്നെ പോലെ ക്ലാസ് എടുക്കുമ്പോൾ നെറ്റ്വർക്ക് ലോ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാർ കുറവുണ്ടോ? ഈ വാക്ക് ഉപയോഗിച്ചോളൂ, അന്നേരം ശരിയാവും. അങ്ങനെ ജീവിതത്തിൽ സമസ്തം. ഒരു ഇൻഷുറൻസ് പോളിസി ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നോ? ഇൻഷുറൻസ് പോളിസി എടുക്കുന്നയാളും കൊടുക്കുന്നയാളും രണ്ടുപേരും ഉപയോഗിച്ചോളൂ, രണ്ടുപേർക്കും ഫലം ലഭിക്കും. ഒരാളല്ല, രണ്ടുപേർക്ക് ഉപയോഗിക്കും. ഏത് സമയത്തും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. നിലവിലുള്ള അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്ക് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാക്ക് ഉപയോഗിക്കുക. ആർക്കൊക്കെ അറിയാം വാക്ക് ഏതാണെന്ന്? നിങ്ങൾക്ക് തന്നെ വിട്ടു തരുന്നു. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, ഏതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വാക്ക് എന്ന് നോക്കട്ടെ. എത്ര മിടുക്കന്മാരും മിടുക്കികളും എൻ്റെ ക്ലാസ്സിലുണ്ട് ഇപ്പോൾ. നിങ്ങൾ തന്നെ പറയും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരം കേട്ടതാണ്. പക്ഷേങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് യൂട്യൂബിലും സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള അതാണ് വാക്ക്. സ്ഥിരമായിട്ട് കേൾക്കാതെ മനസ്സിലാവാത്തവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി നിത്യവും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മാജിക്കലായി ഐ ബോ മൈ ഹെഡ് ടു മൈ ഗുരു. എന്നെ ഇത് പഠിപ്പിച്ച് എൻ്റെ ഗുരുവിന് സമർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാനായിട്ടുണ്ടാക്കിയ വാക്കല്ല, എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന രീതിയിൽ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും പകർന്നു തരുന്നു. ഇത് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഗുരു. അപ്പൊ അത്രയും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. യെസ് 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 യെസ്, എല്ലാവരും അത് പറയുന്നുണ്ട്, എല്ലാവരും അത് പറയുമെന്ന് എനിക്കറിയാം. അത് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിത്യവും കുറേ കാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞ് ഓരോ ആൾക്കും മനസ്സിലാക്കി കൊടുത്താണ്. പക്ഷെ ഇനിയും കൂടുതൽ ആൾക്കാർ ഇത് അറിയണം, ആൾക്കാർ ഇത് ഉപയോഗിക്കണം. ഉപയോഗിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ സമസ്ത മേഖലയിൽ മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ്. വാക്ക് ഞാൻ തന്നെ പറയാം ഒന്നുകൂടി. കാരണം ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരേക്ക് നിന്ന് പറയടേ പെട്ടെന്ന് എന്നുള്ള അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ആ തെറി കേൾക്കാൻ വയ്യ. അതുകൊണ്ട് വാക്ക് എഴുതി വെച്ചോളൂ. ഞാൻ താഴെ എഴുതി വെക്കാം. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റു പുതിയ ഇവിടെ ക്ലാസ്സിലുള്ളവർക്കും വേണ്ടി എഴുതി വെച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ചാറ്റിൽ കാണുന്നുണ്ടാവും. ഇത് തന്നെയാണ് വാക്ക്. IR5 ദി സിറ്റുവേഷൻ. IR5 ദി സിറ്റുവേഷൻ. R5 എന്നുള്ളതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട. I എന്ന് പറഞ്ഞാൽ ഞാൻ, R5 അഞ്ച് ടൈപ്പ് ഓഫ് ആറിനെ ഈ സിറ്റുവേഷനെ ഞാൻ മാറ്റപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണ് ഈ 5 പഞ്ചഗുണ പ്രതികരണം എന്നാണ് മലയാളത്തിൽ ഇതിന് പറയുക. പഞ്ചഗുണ പ്രതികരണം എന്നുള്ള R5 ദി സിറ്റുവേഷൻ. ഞാൻ എന്താണ് I എന്തിനാണ് റെപ്രസെന്റ് ചെയ്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഓരോരുത്തരും നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും അവരവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് പറയുമ്പോൾ I അത്രത്തോളം അവിടെ പ്രാധാന്യമുണ്ട് എന്നറിയുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ ഈ 5 സിറ്റുവേഷനെയും മാറ്റപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സിഗ്നൽ നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസ് വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു എന്നാണ് ശാസ്ത്രീയ പഠനമാണ് നടത്തുന്നത്. അതാണ് ഈ സ്വിച്ച് ബോർഡിന്റെ ഏറ്റവും പ്രത്യേകത. ശാസ്ത്രീയമായി ഒരുപാട് പഠനങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ R5 എന്ന് പറയുന്നത്? 5 Rകൾ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കുക.
ഇത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിൽ വ്യത്യാസമൊന്നുമില്ല, സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെ? മനസ്സിലാക്കി വെക്കുക എപ്പോഴും ആവശ്യമാണ്. നമ്മൾ പഠനം എപ്പോഴും കംപ്ലീറ്റ് ആകുക. വൈ എന്ന ചോദ്യത്തിന് ഉത്തരം എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് ഒന്നാമത്തെ R5 എന്ന് പറയുന്നതിൽ ഫസ്റ്റ് R എന്ന് പറയുന്നത് റെക്കഗ്നൈസ് എന്നാണ്. റെക്കഗ്നൈസ് എന്താണ്? ആ നിലവിലുള്ള സ്ഥിതിയെ തിരിച്ചറിയുക. ഇപ്പോൾ എന്താണ് അവസ്ഥ, അതിനെ ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IR5 എന്ന് പറയുന്ന ഒന്നാമത്തെ R1 എന്ന് പറയുന്നത് റെക്കഗ്നൈസ്. ആ അവസ്ഥയെ, എന്താണോ നിലവിലുള്ള എൻ്റെ അവസ്ഥയെ, ആ ഇമോഷനെ, ആ സിറ്റുവേഷനെ നമ്മൾ തിരിച്ചറിയുക. ഷീല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഏതാണ്? ഷീലക്ക് വല്ല ബോധ്യമുണ്ടോ? എവിടെയോ ആലോചിച്ചിരിക്കുന്നു. ഞാൻ ഈ പറയുന്നതൊന്നും അവിടെ കയറുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായാൽ സന്തോഷം, അല്ലേ? ഇവിടെ ഇല്ലല്ലോ, വേറെ ഏതോ ലോകത്താണ്. അവിടെ പിറകിൽ വീട്ടിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണോ ഇവിടെ ശ്രദ്ധിക്കണോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്, അല്ലെ? ശരി, കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തെ R എന്ന് പറയുന്നത് റീഫ്രെയിം. ആ സിറ്റുവേഷനെ ദൃശ്യവൽക്കരണത്തിലൂടെ മാറ്റുക. റീഫ്രെയിം, എങ്ങനെ വേണമെന്ന് മാറ്റുക. നമ്മൾക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷനെ അറിഞ്ഞുകൊണ്ട് ഏത് സിറ്റുവേഷനാണ് എനിക്ക് ആവശ്യം എന്ന് മനസ്സിൽ മാറ്റുക. ആ സിറ്റുവേഷനെ നമുക്ക് മാറ്റപ്പെടുത്തിയെടുക്കുക. എൻ്റെ വളർച്ചയ്ക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്, പക്ഷേ ഈ കാര്യം എൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ ഗുണകരമാക്കി മാറ്റാം എന്നുള്ള ഒരു മാറ്റം ഉണ്ടാക്കുക. ഇത് ഒരു പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാൾ ഇതേപോലെ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ബസ് ലേറ്റ് ആയിപ്പോയി. ബസ് മുമ്പിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സമയത്ത് ബസ് പെട്ടെന്ന് പോയി. അപ്പൊ പിന്നെ സിറ്റുവേഷൻ എന്താണ്? ബസ് പോയി. ഓട്ടോമാറ്റിക് നമ്മൾ ഇങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്താണ് ആ സിറ്റുവേഷനെ മനസ്സിലാക്കുക. ബസ് പോയി, എന്നെ എന്താ ചെയ്യാം? ഓക്കെ, തൊട്ടടുത്ത നിമിഷത്തിൽ അവർ പറയാൻ തുടങ്ങി I R5 സിറ്റുവേഷൻ സംഭവിച്ച കാര്യം കേട്ടോ എന്ന് പറഞ്ഞു. അതായത് ഈ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കി, ഇനി അടുത്ത് എന്താ എനിക്ക് വേണ്ടത്? അപ്പോൾ അവർ അടുത്ത റീഫ്രെയിം ചെയ്ത എന്താ അറിയോ? ഒരു ഓഫീസിൽ ഒരാൾ കാറും കൊണ്ടുവരുന്നു, എന്നെ നിർത്തുന്നു, എന്നെ കയറ്റി കൊണ്ടുപോകുന്നു. സ്വന്തം ഓഫീസിൽ ഒരാൾ അതുവഴി കാറുമായിട്ട് വരുന്നു, എന്നെ കയറ്റിക്കൊണ്ടുപോകുന്നുള്ള റീഫ്രെയിം ചെയ്ത് തൊട്ട് നിമിഷത്തിൽ 2 മിനിറ്റ് കഴിഞ്ഞില്ല, ആദ്യം അവർ ഓഫീസിൽ പോകുന്ന ഒരാൾ തന്നെ കാർ അവിടെ നിർത്തി ഇവർ കയറി പോയി. ഇത് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം റീഫ്രെയിം, സിറ്റുവേഷനെ റീഫ്രെയിം ചെയ്യാം. മൂന്നാമത്തെ റീഫ്രെയിം ചെയ്യാൻ റിലീസാണ്. ഓക്കെ, ഈ സംഭവം നടന്നു, ഞാൻ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചു, ഇനി വിട്ടുകൊടുക്കുക. റിലീസ് ചെയ്ത് വിടുക, റീഫ്രെയിം ചെയ്യുക, റിലീസ് ചെയ്യുക, വിട്ടുകൊടുക്കുക. അത് സംഭവിച്ചു, അതിനകത്ത് ഒരു കാര്യമില്ല. അവിടെ ഇമോഷണലായിട്ട് കരച്ചിലും പിഴിച്ചലും ദേഹവും ദേഷ്യമോ നിരാശയോ ഭയമോ അല്ല വേണ്ടത്. സിമ്പിൾ. ഓക്കെ, എനിക്ക് വേണ്ടത്, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, കഴിഞ്ഞോടെ. ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. R3 എന്ന് പറയുന്നത് റിലീസാണ്. ഇനി R-ഫ്രെയിം എന്ന് പറയുന്ന R4 എന്ന് പറയുന്നത് റീസെറ്റ് ആണ്. എന്താണ്? പോസിറ്റീവ് മനോഭാവത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരിക, അല്ലേ? ആദ്യം നമുക്ക് ഒന്ന് പോയി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആയിപ്പോവും, പെട്ടെന്ന് നമ്മൾ ഇമോഷണലി ഇൻബാലൻസ് ആയിപ്പോവും. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ അവിടെ ഫ്രെയിം ചെയ്തു വെച്ചു. മൂന്നാമത് അതിന് വിട്ടുകൊടുത്തു. നാലാമതായി പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്യുക. എന്താണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതിനെ അതിനെ മാറ്റി പോസിറ്റീവ് അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. അഞ്ചാമതായി സംഭവിക്കുന്നത് റെസ്പോണ്ട്, അതിനെ പ്രതികരിക്കുക. റിയാക്ട് അല്ല ചെയ്യേണ്ടത്, റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ പൊതുവേ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ റിയാക്ട് ചെയ്യും. റിയാക്ട് അല്ല നമ്മൾ ചെയ്യേണ്ടത്, റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുക? എപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന റിയാക്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ നിങ്ങൾക്ക്? റെസ്പോണ്ട് ചെയ്യുമ്പോൾ കോൺഷ്യസ്ലി ആയിട്ടുള്ള ആക്ഷൻ എടുക്കും, ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് റെസ്പോണ്ട് ചെയ്യുക. റിയാക്ട് ചെയ്യുമ്പോൾ ബോധമില്ലാത്ത അവസ്ഥയായിരിക്കും, അവിടെ ഇമോഷൻ മാത്രമായിരിക്കും പ്രതികരിക്കുന്നത്. റെസ്പോണ്ട് ആണെങ്കിൽ നമ്മുടെ ബുദ്ധിയായിരിക്കും പ്രതികരിക്കുന്നത്, കോൺഷ്യസ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുക, കാരണം റെസ്പോണ്ട് ബട്ട് കോൺഷ്യസ്ലി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള റെസ്പോണ്ട് ചെയ്യാൻ അവിടെ തുടങ്ങുക എന്നുള്ളതാണ്. ഇതാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്ത തത്വം.
നീ ഒന്നും ചെയ്യേണ്ടതില്ല. യു ഹാവ് ദ റൈറ്റ് ടു പെർഫോം യുവർ ആക്ഷൻ ബട്ട് നോട്ട് ദ ഫ്രൂട്ട്സ് ദെയർഫോർ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഭഗവത്ഗീതയിൽ പറഞ്ഞത്? നീ കർമ്മം ചെയ്യുക, അതിന്റെ ഫലം നീ ആലോചിക്കേണ്ടതേയില്ല, അത് സുഖമായിട്ട് വരും. നിനക്ക് കർമ്മം ചെയ്യാനുള്ള അവകാശമാണുള്ളത്, പക്ഷെ അതിന്റെ ഫലത്തിന് അവകാശമില്ല. കർമ്മഫലം നേടുക എന്ന മോഹം നിനക്കുണ്ടാവേണ്ട, അഥവാ കർമ്മം ചെയ്യാതിരിക്കാനുള്ള ആസക്തിയും ഉണ്ടാവേണ്ട. സ്വബോധപൂർവമായ നിന്റെ ഡ്യൂട്ടി ചെയ്തു കണ്ടുപോവുക, അതിന്റെ റിസൾട്ട് അവിടെ സംഭവിക്കും എന്ന് പറഞ്ഞത് ഇതുപോലുള്ള തത്വങ്ങളിലാണ്. ജീവിതത്തിൽ എപ്പോഴും റിയാക്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് ഇമോഷണലി ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ നമ്മൾ അവസാനം റിഗറ്റ്സ് ആയി പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാമായി, ക്വയറ്റായിട്ട്, ക്ലാരിറ്റി ആയിട്ട് നമ്മുടെ മാറ്റത്തിനെ പറ്റി മാത്രം ചിന്തിക്കുന്നതിന്റെ വാക്കാണ് IR5, ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനെ ഞാൻ എൻ്റെ രീതിയിലേക്ക് മാറ്റപ്പെടുത്തുന്നു എന്ന് കൃത്യമായി പറഞ്ഞു കഴിയുമ്പോൾ ജീവിതത്തിന്റെ സമസ്ത ഏത് മേഖലയിലായാലും, എവിടെ വിഷയമുണ്ടായാലും, എന്ത് വിഷയമുണ്ടായാലും നമ്മൾ തിരിച്ച് നമ്മുടെ സിറ്റുവേഷനിലേക്ക് കടന്നു വരാനുള്ള വാക്കാണ് IR5 സിറ്റുവേഷൻ. ഒന്നുകൂടി പറയാം, എവിടെ എന്ത് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ തിരിച്ച് നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക്, കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുന്ന വാക്കാണ് IR5 സിറ്റുവേഷൻ. അപ്പോൾ അവിടെ പ്രാധാന്യമുള്ളത് എന്താണ്? നമ്മുടെ യഥാർത്ഥ ഭാവം എന്നത്, കോൺഷ്യസ് ഭാവം മറക്കരുത്. അത് വളരെ സൈലന്റ് ആയിട്ട്, വളരെ കൃത്യമായി കാം ആൻഡ് ക്ലാരിറ്റിയോട് കൊണ്ടുപോകുന്നവർക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാത്തവർക്ക് എന്ത് സംഭവിക്കും? ഒരു മാറ്റവും ഉണ്ടാവില്ല. എപ്പോഴും ടെൻഷനും വിഷയങ്ങളും ആയിക്കൊണ്ട് നടക്കുന്നവർക്ക് R5 സിറ്റുവേഷൻ പറഞ്ഞാലും വീണ്ടും അത് തന്നെ ഉണ്ടാവും. കാരണം എങ്ങോട്ടാണ് നിങ്ങളെ റീസെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്കല്ലേ റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒറിജിനൽ സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് ഭയങ്കര ടെൻഷനും ഡിപ്രഷനും ആണെങ്കിൽ നമ്മൾക്ക് അത് തന്നെ സംഭവിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല രീതിയിലുള്ള മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള, ബോധപൂർവമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മനസ്സിനെ കാമാക്കി കൊണ്ടുപോകുന്നതിനുള്ള പ്രക്രിയകൾ ചെയ്യണം. അതിനാണ് നമ്മൾ നിത്യവും മെഡിറ്റേഷൻ ചെയ്യുകയും നിത്യവും ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ബോധപൂർവം നമ്മുടെ മനസ്സിനെ സമാധാനത്തിൽ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക. ജേർണലിംഗ് പോലുള്ള വർക്കുകളും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമയം കണ്ടെത്താത്തിടത്തോളം കാലം നമ്മുടെ മനസ്സിനെ സമാധാനത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റില്ല. കൃത്യമായ ശ്വാസോച്ഛ്വാസം പോലും ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ആൾക്ക് എന്ത് R5 സിറ്റുവേഷൻ അല്ലേ? R5 സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായി ശ്വാസോച്ഛ്വാസത്തിലെങ്കിലും ശ്രദ്ധ ഉണ്ടായിരിക്കണം. അത്രയെങ്കിലും ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഒരു ശ്വാസം ഒരു ദിവസം 1 മിനിറ്റിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് അതിന് മറുപടി ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു. യൂട്യൂബ് വീഡിയോ കാണുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു നിമിഷത്തിൽ നിങ്ങൾ എത്ര ശ്വാസോച്ഛ്വാസം നടത്തുന്നു? നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ള എത്ര കാശുണ്ടായാലും, എത്ര കാശിന്റെ പിറകെ നിങ്ങൾ ഓടിയാലും, എന്ത് ജോലിയുടെ പിറകെ ഓടിയാലും ഈ ശ്വാസോച്ഛ്വാസം കൃത്യമായിട്ടില്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് വീഡിയോ കാണുന്നതിനിടയിൽ 1 മിനിറ്റ് പോസ് ചെയ്ത് നിർത്തിയിട്ട് 1 മിനിറ്റിൽ നിങ്ങൾ എത്ര ശ്വാസോച്ഛ്വാസം കഴിക്കുന്നു എന്നെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാണ്ട് സന്മനസ് കാണിച്ച് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. എത്രയുണ്ട് ഇന്ന് എന്നുള്ളത്. അത് കുറച്ചും കൂടി കുറക്കാൻ, കൂട്ടാനല്ല. ശ്വാസോച്ഛ്വാസം കൂട്ടുകയല്ല ചെയ്യുക, കുറക്കുകയാണ് ചെയ്യുക. നമ്മൾ കൂട്ടുക വെച്ചാൽ പിന്നെ പെട്ടെന്നായിരിക്കും ശ്വാസോച്ഛ്വാസം അല്ലേ? അവിടെ എല്ലാം നമ്മൾ കൂട്ടാൻ ശ്രമിക്കുമ്പോഴും ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എത്ര ദീർഘമായ ശ്വാസം എടുക്കുന്നുവോ അത്രയും ദീർഘകാലം ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തത്വം. അത് വളരെ മറ്റൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണത്. എത്ര നമ്മൾ കൂടുതൽ ശ്വാസം കഴിക്കുന്നു അത്രയും ആയുസ് കുറയും. കാരണം നമ്മുടെ ആയുസിന്റെ എണ്ണം നമ്മുടെ ശ്വാസത്തിന്റെ എണ്ണവുമായി ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ഈ തത്വം നിങ്ങൾക്ക് അറിയണം, മെഡിറ്റേഷനൊക്കെ വരുമ്പോൾ പഠിപ്പിച്ചു തരാവുന്നതാണ്. അപ്പോൾ കാമായി, ക്വയറ്റായി, വൈസായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ന്യൂറോ സയന്റിഫിക്കലായിട്ടൊക്കെ ഒരുപാട് സയന്റിഫിക്കൽ റിസർച്ചുകൾ നടന്നിട്ടുള്ളൊരു വേർഡാണ്. സ്വിച്ച് വേർഡുകളെ പറ്റി ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പാറ്റേണിന്റെ, അമിഗ്ഡലയുടെ ഹൈജാക്കിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ NLP പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കും, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിത്യവും ശീലമാക്കി മാറ്റുക. എപ്പോഴും നമ്മുടെ നിലവിലുള്ള അവസ്ഥയെ മാറ്റപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും
അല്ലെ? ഇവിടെ നേരത്തെ പറഞ്ഞ് 108 പ്രാവശ്യം അഫർമേഷനായിട്ട് എഴുതിക്കൊള്ളു, ധൈര്യപൂർവ്വം എഴുതിക്കൊള്ളുക. ഐ ആർ ഫേസ് സിറ്റുവേഷൻ ബെറ്റർ ബെറ്റർ. ഓരോ ദിവസവും ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ വാക്കാണ് ഈ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയത് ഞാനിപ്പോഴും, കാരണം നമ്മൾ ഈ യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇമോഷണലി ബാലൻസ്ഡ് ആയി പോവും. കാരണം ഇമോഷൻ കയ്യിലെടുക്കാൻ പറ്റാത്ത സമയം വരുന്ന സമയത്ത്, മുമ്പേ വർക്ക് ലോഡും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇമോഷൻ നമുക്ക് കയ്യിൽ എടുക്കില്ല. അപ്പോൾ നമ്മൾ ദേഷ്യം വരികയോ അല്ലെങ്കിൽ ജോലിക്കാർ കൃത്യമായി ജോലി ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വരും. അപ്പോൾ ഉപയോഗിച്ച വാക്കാണ് ഞാനത്. അങ്ങനെയാണ് ഇതിന്റെ ജീവിതത്തിൽ പതിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഓരോ ഒരു ശ്ലോകം ചെല്ലുന്നത് പോലെ, നിങ്ങൾക്കൊരു പ്രാർത്ഥന പറയുന്നത് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ് IR5 ദിസ് സിറ്റുവേഷൻ. കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക എന്തിനാണ് എന്നല്ല, അവർക്കൊരു ഗുണകരമായി മാറുന്ന അവസ്ഥ എന്ത് വേണം അവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗുണകരമായ മാറ്റത്തിന് ധർമ്മ രൂപത്തിൽ അല്ലെങ്കിൽ ജസ്റ്റ് വൈസായിട്ട് ഉപയോഗിക്കാനായിട്ട് മാത്രം വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കിൽ ഉദ്ദേശവും ശുദ്ധിയും കൂടി ഉണ്ടാവണം എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സെഷൻസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് പറയാനുണ്ട് ആൾക്കാർക്ക്. ഇന്ന് ഞാൻ ഫസ്റ്റ് ഫീഡ്ബാക്ക് എടുത്തിട്ടില്ല. ഫീഡ്ബാക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഫീഡ്ബാക്ക് ഉള്ളവര് അൺമ്യൂട്ട് ചെയ്തോളൂ, പറയൂ കേട്ടോ. സന്തോഷ വർത്തമാനം പറയാനുള്ളവർ വരിക. താങ്ക് യു സാറേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് താങ്ക് യു പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ സമയം കളയണ്ട. ബാക്കി പറയാനുള്ള കാര്യം പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. പറഞ്ഞു ഗീത. പറയീത. ഞാനിപ്പോ ഈ IR5 സിറ്റുവേഷൻ ഇല്ലേ സാറേ, അത് ഞാൻ ഇന്നലെ ഇവിടുത്തെ കുട്ടി കളിക്കാൻ പോയി ബാസ്കറ്റ് ബോള്. അപ്പൊ അവൻ എപ്പോഴും ജയിക്കണേ. ഇപ്പൊ കുറെ ആയിട്ട് അവൻ തോറ്റു പോവുക. നല്ല കളിക്കാരനായി UAE വെച്ച്. 14 വയസ്സുള്ള കുട്ടിയാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇന്നലെ അവന് 2 കളി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം എഴുതും, നീ ഇന്ന് 2 കളിയും ജയിച്ചിട്ട് വരും പറഞ്ഞു. 2 കളിയും ജയിച്ചു. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, ഷുവറാണോ ഗീതാന്റിന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഷുവറാന്ന് പറഞ്ഞു. അവൻ 2 കളിയും ജയിച്ച് ട്രോഫി വാങ്ങിച്ചു വന്നു. Yes, very good. Thank you sir. Thank you so much. Very good. നമസ്കാരം സാർ. നമസ്കാരം. സിറ്റുവേഷൻ ഞാൻ പലപ്പോഴും സാറിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് സാറ് 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷെ അതെന്തോ എനിക്കതുകൊണ്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം എന്താണ് അതിന്റെ ഉള്ളിലെന്നുള്ളത് ഇപ്പോഴാണ് സത്യം പറഞ്ഞ മനസ്സിലായത്. അതുകൊണ്ട് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതെ, ചില ആൾക്കത് ഞാൻ പറയുന്നത്, ചില ആൾക്കത് മനസ്സിലാവാതെ ഉപയോഗിക്കില്ല. എന്താണ് അതിന്റെ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ എടുത്തത്. പലരും അത് ചോദിച്ചു, സാർ ഇത് എന്തിനാണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത്, എന്താണ് ഞാൻ ഏത് വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സയൻസ് അറിയാവുന്ന, സയൻസ് എന്ന് പറഞ്ഞാൽ എവറിഥിങ് റിലേറ്റഡ് ടു സയൻസ് ആണ്. അപ്പൊ സയൻസ് തത്വം മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. താങ്ക് യു വെരി മച്ച്. അടുത്ത ആരാ? ഞാൻ പറഞ്ഞോട്ടെ സാർ? പറഞ്ഞു. ഞാൻ കൺസീഡ് ലവ് ടുഗദർ പ്രയോഗിച്ചു. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എന്റെ ഹസ്ബൻഡ് 50 വർഷമായി സാലറി വാങ്ങണു, പിന്നെ ഇപ്പൊ പെൻഷൻ വാങ്ങിക്കണു. 30 വർഷമായി സാലറി വാങ്ങണു, ഇപ്പൊ 20 വർഷമായി പെൻഷൻ വാങ്ങിക്കണു. ഇതുവരെ എന്റെ കയ്യിൽ ഒരു പൈസ കൊണ്ട് തന്നിട്ടില്ല കേട്ടോ. കാര്യങ്ങളെല്ലാം നടത്തുന്നത് പുള്ളി തന്നെയാണ്. പക്ഷെ എന്റെ കയ്യിലേക്ക് ഇന്നാന്ന് പറഞ്ഞൊരു പൈസ കൊണ്ടു തന്നില്ല. ഈ മിനിഞ്ഞാന്ന് എന്റെ കയ്യിലേക്ക് 20,000 രൂപ കൊണ്ടു തന്നു. ഞാൻ ചോദിച്ചു, ഇത് എന്തിനാന്ന് ചോദിച്ചു. ഇത് നീ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ? എന്നിട്ട് എന്നോട് ചെലവാക്കാൻ ചോദിക്കാനാണോ എന്ന് ചോദിച്ചു. അല്ല, ഇത് നീ കൈ വെച്ചോ, നിനക്ക് ഇഷ്ടമുള്ള എന്താ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെലവാക്കാൻ ആഗ്രഹിക്കണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി ബാങ്കിലിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ മാസവും തരുമെന്ന് ചോദിച്ചു. കാരണം ഒന്നാണ് ആഗ്രഹിക്കണേന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ഭയങ്കര അതിശയം തോന്നി കൺസീഡ് ലവ് ടുഗദർ പ്രയോഗിച്ചിട്ട്. എന്താ കഥ! 20,000 കൺസീഡ് ലവ് ടുഗദർ 20,000 രൂപയെ മാസാമാസം 20,000 രൂപ. അടിപൊളി. മാസാമാസം 20,000 രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുക. മാസാമാസം 20,000 രൂപ തന്നെ വരും. പ്രതീക്ഷയല്ല, ഉറപ്പായിട്ട് വരും. വെരി ഗുഡ്. ഹലോ സാറേ, എനിക്ക് ഈ സിറ്റുവേഷൻ പറഞ്ഞ് എനിക്ക് ചിട്ടിയടിച്ചു. മക്കളെ 2പേരുടെയും കാര്യം ഒക്കെയായി. പിന്നെ ഒരുപാട് നല്ല നല്ല കാര്യത്തിന്റെ പ്രഷർ, ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് പ്രഷർ കുറച്ച് കാണിച്ച് 150/90 ആയിരുന്നത് വേറെ 110/70 ആക്കി കാണിച്ചു തന്നു.
ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ട് കേട്ടോ. ഒരുപാട് നന്ദി പറയുന്നു സാറിന്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കേട്ടോ സാറേ? കേൾക്കാമോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാറേ ഈ സിറ്റുവേഷൻ ഞാൻ എഴുതിയത് മാത്രമേ ഉള്ളൂ. എഴുതിയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കും. യെസ്, വെരി ഗുഡ്. ശോഭ വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാർ, ഞാൻ ഉറങ്ങി, എത്രയോ ദിവസങ്ങളായി ഉറങ്ങിയില്ല. കൊച്ചി തന്നെ പറഞ്ഞു, സാറേ എനിക്കൊന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. അല്ലേ ശോഭ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ശോഭ ഒന്ന് അവസാനം കൊച്ചി വന്ന് തിരിച്ചു പറഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങിയല്ലേ, കുറേ കാലത്തിന് ശേഷം. ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അൺമ്യൂട്ട് ചെയ്യാൻ അറിയോ? കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞോട്ടെ, ഗുജറാത്തിൽ നിന്നാ ശൈലജ. സാറേ, ഞാൻ അന്ന് ആ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ബാക്കി പ്രൊസീജിയറിന് ഞാൻ ഇന്നലെ പോയായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ഞാൻ ഇറങ്ങി. അപ്പൊ ഇവിടുന്ന് ഈ IR5 സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ട് തന്നെയാ പോകുന്നത്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പം തന്നെ അന്ന് ഞങ്ങളെ കൊണ്ടുപോയി ഓട്ടോക്കാരെ കിട്ടി. എല്ലാ കാര്യവും എനിക്ക് കംപ്ലീറ്റഡ്. ഇന്നലെ 5 മണി വരെ ഇതിന്റെ പുറകെ ഓടുമായിരുന്നു. ലാസ്റ്റ് 4:40 ഒരു പേപ്പർ കിട്ടിയേ. അതുകൊണ്ട് വീണ്ടും അത് OP വിഭാഗത്തിൽ കൊണ്ടു ചെല്ലണമെങ്കിൽ അത് വേറൊരു ബിൽഡിങ്ങിലാ. അവിടുന്ന് ഓടി ഞങ്ങൾ വരും. അപ്പോഴും ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കയറുമ്പോൾ വാച്ച്മാൻ എന്നോട് പറഞ്ഞ ഇപ്പോഴത്തെ ക്ലോസ് ആവുമെന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എവിടെയാന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പറഞ്ഞു. അവിടോട്ട് കയറുമ്പം ഒരു പെണ്ണ് അവിടെ ഇരിക്കുന്നത്, അപ്പൊ ലേഡി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പ്ലീസ് മാം, ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം മൊത്തം യാത്ര ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ്. 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. എനിക്കിന്ന് ഇത് ക്ലോസ് ചെയ്തേ പറ്റത്തുള്ളൂ മാം, പ്ലീസ് എന്ന് പറഞ്ഞപ്പം എന്നിട്ട് ഞാൻ ഈ വേർഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞു, ആന്റി ഇപ്പം ടൈമായി. പിന്നെ ഒന്നുകൂടി എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ തരൂന്ന് പറഞ്ഞു. അങ്ങനെ ആ പേപ്പർ മേടിച്ചു, എല്ലാം എഴുതി ക്ലോസ് ചെയ്ത്. ഇനി 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇവിടെ ഉള്ള സിവിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം. അവരെന്നോട് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങി ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാന് പ്രപഞ്ചശക്തി എനിക്ക് തന്ന ഒരു അവസരം. എനിക്ക് ഒത്തിരി നന്ദി പ്രപഞ്ചത്തോടും സാറിനോടും ഒക്കെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, സാർ, അന്ന് ഞാൻ പോകുമ്പോ മാമിനോട് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, മാം ഇന്ന് ഞാൻ പോവാണ്, ഇത് കംപ്ലീറ്റ് ആക്കി എനിക്ക് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ പറഞ്ഞു, ഓക്കെ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞു മാം പൊയ്ക്കോന്നും പ്രസീത മാം എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ഒരു ജോലി കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആത്മസന്തോഷം. അകത്തുനിന്ന് നമുക്ക് വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ, ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോ, അതെനിക്ക് കിട്ടി. ഓക്കെ സാർ, നന്ദി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു. സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോ സുന്ദരി. സാറേ, ഞാൻ 108 പ്രാവശ്യം IR5 സിറ്റുവേഷൻ പറഞ്ഞു. എനിക്ക് ശമ്പളം കൂട്ടി തന്നു. ശമ്പളം 24,000 ആക്കി തന്നു. 21 3,000 കൂട്ടി തന്നു. സാറിന് നന്ദി, പ്രപഞ്ചത്തിനും യൂണിവേഴ്സിനും നന്ദി, നന്ദി, നന്ദി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അങ്ങനെയുള്ള സന്തോഷകരമായ കാര്യം കേൾക്കുമ്പോഴാണ് നമുക്ക് ശമ്പളം കൂട്ടിത്തരിക. വെരി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. സാറിനെ കാണാൻ വീണ്ടും ചോദിക്കുന്നു. കോട്ടയത്ത് ഞാൻ വരില്ല. കോട്ടയത്ത് വന്ന സാറിനെ കാണാൻ ഞാൻ വരില്ല. ഇനിയിപ്പോ ഒരു വരവ് വന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കഥ ഞങ്ങള് ദുബായിലോട്ട് വരാം. കറക്റ്റ്. നിങ്ങൾ എല്ലാവരും ദുബൈയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. റെഡി ആയിക്കോളൂ, എല്ലാവരും റെഡി ആയിക്കോളൂ. എത്ര പേർക്ക് വരാൻ പറ്റും നോക്കട്ടെ. ദുബൈയിൽ ക്ലാസ് വെക്കുന്നുണ്ട് ഇപ്രാവശ്യം. ഈ വർഷം ദുബൈയിൽ എന്തായാലും കോഴിക്കോട് ഞാൻ വരില്ല, കൊച്ചിയും ഞാൻ വരില്ല, ഇനി എവിടെയും വരില്ല. ഇനിയും ദുബൈയിലില്ല. കാലിക്കറ്റ് വരണേ, ഇതൊക്കെ ഇവിടെ തിരിച്ചെത്തിയിട്ടൊന്നും ക്ലാസ് കഴിച്ചിട്ടില്ല. സാർ കൊല്ലത്തുനിന്ന് വരണം. കൊല്ലത്ത് നിങ്ങളെ എനിക്കിത് പണിയതാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ? കണ്ണനാ. കാരണം ഇങ്ങോട്ട് വരും. ദുബായ്. ദുബായിൽ നമ്മൾ ഉടനെ ഒരു ക്ലാസ് വെക്കുന്നത്. ദുബായ് ക്ലാസ് എത്രയും പെട്ടെന്നുണ്ടാവും. എനിക്ക് 50,000 രൂപ വേണമെന്ന് രാവിലെ 897 ഹാൻഡിൽ എഴുതി. ഈവനിങ് അത് കിട്ടി. താങ്ക് യു, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും ഒക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെയുള്ള ജോലിയും കൂടി നോക്കണ്ടേ. ഇല്ലെങ്കിൽ നിങ്ങൾ തരുന്നത് കൊണ്ട് എന്റെ കുടുംബം പുലർത്താൻ നടക്കൂല. അതിനു വേണ്ടി ജോലി ചെയ്തേ. പാലക്കാടല്ലേ? പാലക്കാടോ? ആരാ പറഞ്ഞ്? ഇവരാരൊക്കെയോ പറഞ്ഞു വെച്ചു കണ്ണൂര്. എന്തായാലും കണ്ണൂര്, കാസർഗോഡ് ക്ലാസ്. ചെങ്ങന്നൂര്. ഓക്കെ, ചെങ്ങന്നൂർ. നിങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തോളൂ. കൊല്ലം സാറേ, കൊല്ലം മറക്കരുതേ.
കൊല്ലം മറക്കില്ല. സാർ ഞങ്ങൾക്ക് ഇങ്ങനെ വരില്ല വരില്ല ഞാൻ എന്ന് ഇല്ലം പറയല്ലേ. പറഞ്ഞാലും കൊല്ലം മറക്കില്ല. അത് മതി. തിരുവനന്തപുരത്ത് വരാൻ പറ്റിയില്ല, എറണാകുളത്ത് വരാൻ പറ്റിയില്ല, കൊച്ചി എങ്ങും വരാൻ പറ്റിയില്ല. കൊല്ലത്തെ പ്രതീക്ഷയോടിരിക്കുകയാണ്. എപ്പോഴായാലും കൊല്ലത്ത് വന്നാ വരും. എല്ലാരോടും വരാന്ന് പറ സാറേ, വരില്ല എന്ന് പറയല്ലേ സാറേ പ്ലീസ്. എല്ലാവരോടും വരും. ഞാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ എവിടെ നോക്കിയാലും അത് ഞാനുണ്ടല്ലോ. മതി അത് മതി. എല്ലായിടത്തും. എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്താൽ മതി ഇന്ന സ്ഥലത്ത്, അപ്പൊ അവിടെ എത്തും സാറ്. അതെ അതെ അതെ. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ 150-200 ആളെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് മുതലാവില്ല. അത്രേ ഉള്ളൂ. അതാവും. അതാണ് ഇതിനകത്തുള്ള ഒരു വിഷയം. ഓക്കെ, കണ്ണൂർ വരില്ലെന്നോ? കണ്ണൂർ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നതല്ലേ? കണ്ണൂർ എയർപോർട്ട് വഴിയാണ് ഞാൻ വന്നത്. കണ്ണൂർ എപ്പോഴും, കണ്ണൂർ നമ്മുടെ നാടല്ലേ, പിന്നെ വരാനിരിക്കണു. കണ്ണൂരൊക്കെ എപ്പോഴും ഉള്ളത് തന്നെ. കണ്ണൂർ കുറച്ച് നേരമേ ഉള്ളൂ എപ്പോഴുള്ള. ഓക്കെ, മറ്റൊന്നും ഹാപ്പി ന്യൂസുകളൊക്കെ കൊണ്ടുവരിക. തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞവർ, കൊച്ചി പ്രോഗ്രാം കഴിഞ്ഞവരോട് നാളെ വെള്ളിയാഴ്ച, നാളെ വൈകിട്ടാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ മെഡിറ്റേഷൻ. മറക്കണ്ട, എല്ലാവരും വരണം. സ്റ്റോൺ മെഡിറ്റേഷൻ ഒന്നുകൂടി നിങ്ങൾക്ക് തരാൻ പോവാണ്. അന്ന് തന്നതിന്റെ അതിന്റെ റെക്കോർഡിംഗ് തരണം നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസിന് വേണ്ടി. അവിടെ വോയിസ് ഇടാം എന്ന് ഇവിടെ ഉള്ളവരോട് പറയാണ്. സ്റ്റോൺ മെഡിറ്റേഷൻ നാളെ രാത്രി 10 മണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും. ആരും ആക്കണ്ട, ഹെഡ്ഫോണൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. ശരി, താങ്ക് യു ആൾ. അപ്പോൾ നടക്കട്ടെ, അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷൻ ക്ലാസ് ആണ്. വരാത്തവർക്ക് കല്ല് ഇപ്പോഴില്ല, പുതിയ കല്ല് വന്നിട്ട് നമുക്ക് സൺഡേ പറയാൻ മറന്നുപോയി. ഈ സൺഡേ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് വെൽത്ത് ഒപ്പനപ്പോ മെഡിറ്റേഷൻ വെച്ചിട്ടുണ്ട്. സൺഡേ രാത്രി ആവശ്യമുള്ള രജിസ്റ്റർ ചെയ്യണം. അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഇപ്പൊ ഷെയർ ചെയ്യും. നിങ്ങൾ ആവശ്യമുള്ളവർ അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് നിമിഷത്തിൽ രജിസ്ട്രേഷൻ അലൗഡ് അല്ല. സൺഡേ ഇപ്പോഴേ അലൗഡ്. ഇന്നിപ്പോ വ്യാഴാഴ്ച ആയുള്ളൂ. വ്യാഴം, വെള്ളി, ശനി 3 ദിവസം ഒപ്പനൊപ്പനോന്റെ സ്പെഷ്യൽ മെഡിറ്റേഷൻ സൺഡേ രാത്രി 10 മണിക്ക് ഉണ്ട്. ലിങ്ക്, അതിന്റെ രജിസ്ട്രേഷനുള്ള ലിങ്ക് ഇപ്പൊ ഗ്രൂപ്പിൽ അയക്കും. ഒപ്പനൊപ്പനോ പോർ വെൽത്താണ് ചെയ്യാൻ ഒറ്റ ദിവസത്തെ മെഡിറ്റേഷൻ ആണ്. രാത്രി 2 മണിക്കൂർ നേരം ഉണ്ടാവും. അതുകൊണ്ട് വേണ്ടവർ ഉടനെ രജിസ്റ്റർ ചെയ്ത് കൊള്ളുക. ഓക്കെ, താങ്ക് യു.